വണ്ടികൾ വരുന്നു, നാലഞ്ചെണ്ണ ഇറങ്ങുന്നു, വെള്ളം കളയുന്നു, പോകും. നിന്റെ തള്ളയെ പോലെ തങ്കുന്റെ ജട്ടിയും കഴുകി എന്റെ കർത്താവേ ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി. തങ്കു കൊണ്ടുവരുന്ന ആണുങ്ങളുടെ കൂടെയൊക്കെ കിടന്നു കൊടുക്കുന്ന അലവലാതി തള്ളയല്ല. മനസ്സിലായോടി? മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാരനാ, അല്ലെങ്കിൽ പിഴയാ, ഭൂലോക പിഴ. ഓരോരുത്തര് പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. മനസ്സിലായോ? അവിടെ അമ്മച്ചിയാട്ടോ മാഫിയുടെ കാര്യം. ഷെഫീന ബീവിയുടെ കിട്ടിയോ? അവിടെ അമ്മച്ചി. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. വിധവ തന്നെയാണ് അവരും. പക്ഷേ നിന്നെ പോലെ ജട്ടിയും ഇട്ട് ആട്ടി കാണിച്ച് വട വിൽക്കാനുണ്ടേ എന്ന് മാസത്തിൽ 3 വട്ടം ഗൾഫിലേക്ക് പോയി വട വിറ്റിട്ട് വരുന്ന ആളുമല്ല. എന്റെ ഉമ്മ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച സർവേയറായി റിട്ടയർ ആയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും സീനിയർ സിറ്റിസണുമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ഈ പറയുന്ന രീതിയിൽ നീ എന്റെ ഉമ്മായെ പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു പറയണത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാ ഇപ്പൊ ഷെഫീന ഇതിങ്ങനെ പറയണേ? ഇതല്ലേ നമ്മുടെ ഉമ്മായൊക്കെ എന്തിനാ വിളിക്കുന്നേ? അല്ല, ഇമാതിരി ആളുകളോട് നമ്മൾ വഴക്കൂടാൻ പോയിട്ട് കാര്യമില്ല. അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. സോ വി മസ്റ്റ് ബി കെയർഫുൾ. എത്ര ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാലും പഞ്ഞും ചായയും കൊണ്ടുവന്ന് അണ്ണാക്കി കുത്തി തിരികെ റൂമും തുറന്നു കൊടുത്ത് മോളെയും കൂടെ റൂമിനകത്തേക്ക് തള്ളുന്ന അടുത്ത തള്ള നിന്റെ തള്ളയാണ്, എന്റെ തള്ളയല്ല. മനസ്സിലായില്ലേ? എന്റെ അമ്മയെ നാട്ടിച്ച് ആ നാട്ടുകാർ മുഴുക്ക പറയുന്നു. എന്തിന്? ആ അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചാൽ അച്ഛൻ പറയല്ല, CCTV എടുത്താ അറിയാം. വണ്ടികൾ വരുന്നു, നാലഞ്ചെണ്ണ ഇറങ്ങുന്നു, വെള്ളം കളയുന്നു, പോകുന്നു. സത്യമന ബിഷപ്പിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു വേശ്യാലയം പണിത് അവൾക്ക് വേശ്യാവൃത്തി ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തത് ഈ ബിഷപ്പാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഇതിലും വലിയ പിടി സ്വപ്നങ്ങളിൽ മാത്രം. ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിലൊന്നും പറയാൻ പാടില്ലാത്ത അറ്റാക്കാണ്, പറയാൻ പാടില്ലാത്ത തെറിയും പച്ച തെറിയും അറിവാണ് തരവാണ് എഴുതി വെക്കണ. ഇതൊക്കെ ഇടുന്നവർ ആ പ്രൊഫൈലും കൊണ്ട് അവിടെ തന്നെ ഇരിക്കണം, ഓടരുത്, പിന്നെ വന്ന് കാലിലും പിടിക്കരുത്. അത്രേ ഉള്ളൂ. അത് ഞാൻ മെനക്കെടുക തന്നെ ചെയ്യും. എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. ഇത് പ്രശ്നമാകും. 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവള് വിധവയൊന്നും അല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. ഇപ്പം 3 or 4 മാറി മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളതാണ്. 3 or 4 ഭർത്താക്കന്മാരുള്ളത് എനിക്കല്ലടി, നിനക്കാണ്. എന്റെ കൂടെ ഇതവരെ ഒരാണുങ്ങളെ ആരും കണ്ടിട്ടില്ല. എന്റെ ഭർത്താവല്ലാതെ വേറെ ഒരു മനുഷ്യനെ എന്റെ കൂടെ ഇന്നവരാരും കണ്ടിട്ടില്ല. അത് ശരിയാണല്ലേ. സുധി ചത്ത ശേഷം നീ ബാംഗ്ലൂരിൽ പോയത് എന്തിനെന്നും എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ആ ചെറുക്കൻ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ആ ചെറുക്കന്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് പബ്ലിക് ഇട്ടു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിനക്ക് വയറ്റിലാക്കി തന്ന നീയായിട്ട് മാനസികമായി തകർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ബാംഗ്ലൂരിൽ പോയി നീ മീറ്റ് ചെയ്ത ആ ചെറുക്കന്റെ ഫുൾ ഡീറ്റെയിൽസും കൊണ്ട് ഞാൻ വരാം. വരും ദിവസങ്ങളിൽ നിന്റെ കള്ളമാപ്പിളമാരുടെ ലിസ്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ പോണത്. ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ.